ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഞാനൊരു ക്യൂട്ടായിട്ടുള്ള പേപ്പർ കപ്പ് വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നോ ഗ്ലൂ ആട്ടോ, ഗ്ലൂ വേണ്ട അതിന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കളർ പേപ്പർ എടുത്തിട്ട് അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും മടക്കിയെടുത്തിട്ടുണ്ട്. അത് ഇത്ര കളികളാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇനി ഞാൻ അതിൻ്റെ നടുക്ക് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പാട്ടോ, നിങ്ങൾക്ക് ഏത് കളർ പേപ്പർ വേണമെങ്കിലും എടുക്കാം. ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഡാർക്ക് കളർ പേപ്പർ ആയ കാരണമാണ് ഞാൻ നല്ല മാതിരി അമർത്തി മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഭാഗം ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ വരകളിൽ കാണുന്നത് അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ള് കട്ട് ചെയ്യാനല്ല പറഞ്ഞേ, ആ മടക്കി വയ്ക്കണതിൻ്റെ അതുവരെ. എന്നിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ആക്കുമ്പോൾ റൗണ്ട് പോലെ കിട്ടും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെച്ച് കൊടുത്താൽ ഫിറ്റായിരുന്നുള്ളൂ കേട്ടോ. ഇത് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഗ്ലൂ യൂസ് ചെയ്യണില്ല. നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നോ ഗ്ലൂ പേപ്പർ കപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. എന്നിട്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ക്ലിയർ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുക വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഉള്ളിലും പുറമേ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ക്ലിയർ ടൈപ്പ്. നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനായി കണ്ടോ, ഉള്ളിലിങ്ങനെ നിൽക്കും. അപ്പം അതാണ് ഞാൻ ഉള്ളിലും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണത്. ഒട്ടിക്കുമ്പോൾ തെറ്റാൻ പാടില്ല. പിന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കളർ പേപ്പറില്ലേ, അത് സ്ക്വയർ ഷേപ്പിൽ വെട്ടുമ്പോൾ ഒരു പേപ്പർ നമുക്ക് ബാക്കി വരും. അപ്പോൾ ആ പേപ്പർ ആവശ്യമുണ്ട്, നമുക്കത് മാറ്റി വെക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കപ്പിലത്തെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ചെറുതാക്കി മടക്കി കൊടുക്കാൻ ആദ്യം വിചാരിച്ചു ആ സൈഡ് മടക്കാമെന്ന്. അപ്പോൾ നീളം കറക്റ്റാവില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ഈ കറക്റ്റ് വലുത് തന്നെ എടുക്കണത്. നമുക്ക് മുറിച്ച് കളയാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ക്ലിയർ ടൈപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ആ ഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാരണമാണ് എനിക്ക് ഇത്ര നീളം മതിയും തോന്നിയത്. അപ്പോൾ അത് കാരണമാണ്. നിങ്ങൾ വിചാരിക്കും നീളം കൂടിപ്പോയിന്ന്, പക്ഷേ ഇത് കറക്റ്റ് നീളമാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് ക്ലിയർ ടൈപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സാധാ വൈറ്റ് A4 ഷീറ്റ് എടുക്കണമെങ്കിൽ ഈ ക്ലിയർ ടൈപ്പ് ഒട്ടിക്കുമ്പോൾ അങ്ങനെ കാണില്ല. ഇതിപ്പോൾ കളർ പേപ്പർ എടുത്താലാണ് അറിയണത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല, വീഡിയോയിൽ തോന്നുന്നതാണ്. എനിക്ക് നേരിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കപ്പിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് A4 ഷീറ്റും എടുക്കുന്നുണ്ട്. A4 ഷീറ്റും ഒരു ബ്ലാക്ക് പെന്നുമാണ് ഞാൻ എടുക്കണത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഇമോജീസ് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നത് സ്മൈലി ആയിട്ടിരിക്കുന്ന ഒരു ഇമോജിയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. വായാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്യാനുള്ളതാണ്, അത് തന്നെയാണ് ഞാൻ അവിടെ ആയിട്ട് വരച്ചേക്കുന്നത്. റെഡ് സ്കെച്ച് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.